എന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3 or 4 ബിരിയാണി കൂടുതൽ കഴിച്ചത് വരും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. വർഷം 2010. അതായത് 15 വർഷങ്ങൾക്ക് മുൻപ് വിനീത് ശ്രീനിവാസന്റെ ആദ്യ ചിത്രമായ മലർവാടി ആർട്സ് ക്ലബിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. അതിൽ പ്രകാശൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താടിക്കാരൻ പയ്യനിൽ ഒരു നായകൻ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ ക്ലീൻ ഷേവ് അടിച്ച് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ പ്രണയാതുരനായി കാറ്റുകൊണ്ട് നടന്നപ്പോഴും മലയാളികൾ അയാളെ കൈയും നീട്ടി സ്വീകരിച്ചു. മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രേമത്തിലൂടെ മലയാളത്തിലും തമിഴിലും അയാൾ തരംഗമായി മാറി. പ്രണയവും വിരഹവും ആക്ഷനും കോമഡിയും എല്ലാം ചേർന്ന ടോട്ടൽ പാക്കേജായിരുന്ന പ്രേമത്തിൽ അയാൾ നിറഞ്ഞാടുന്നതും നമ്മൾ കണ്ടു. നിവിൻ പോളി എന്ന ആലുവാക്കാരൻ മലയാള സിനിമയിലെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് നിരൂപകരും പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ വാഴ്ത്തിപ്പാടി. എന്നാൽ പിന്നീടുള്ള 10 വർഷങ്ങൾ നിവിനെ സംബന്ധിച്ച് അത്ര അനായാസമായിരുന്നില്ല. 2016 നിവിനൊരു ഭേദപ്പെട്ട വർഷമാണ്, അങ്ങനെ പറയാൻ സാധിക്കും. എബ്രിഡ് ഷൈന്റെ ആക്ഷൻ ഹീറോ ബിജുവിൽ SI ബിജു പൗലോസായി നിവിൻ തകർത്താടി. അതുവരെ മലയാളികൾ കണ്ടു ശീലിച്ച പോലീസ് സ്റ്റേഷൻ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചിത്രം. ജപ്പാൻ റിയലിസ്റ്റിക്കായ പ്ലോട്ടിൽ നിവിൻ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അപ്പോഴും നെടുനീളൻ സംഭാഷണങ്ങൾ പറയുമ്പോൾ പൂർണ്ണത കൊണ്ടുവരാൻ കഴിയാതെ അയാൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലൂടെ നിവിൻ പിന്നീട് ഗ്രാഫ് ഉയർത്തുന്നതും നമ്മൾ കണ്ടു. ആനന്ദത്തിലെ കാമിയോ റോളിലും ആ വർഷം നിവിൻ തിളങ്ങി. അടുത്ത വർഷം ഇറങ്ങിയ സഖാവും ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേളയിലും ശരാശരി ഹിറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി. തമിഴ് ചിത്രം റിച്ചിക്കും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങനെ 2024 വരെ തിയേറ്ററിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ നിവിന് സാധിക്കാതെ പോയി. പക്ഷെ ഇപ്പോ നല്ലൊരു തിരക്കഥയും പണിയറിയാവുന്ന ഒരു നല്ല സംവിധായകനും ഉണ്ടെങ്കിൽ നിവിൻ പോളിയിലെ നടനെ വെല്ലുവിളിക്കാനാകും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാസും ക്ലാസും റൊമാൻസും ആക്ഷനുമെല്ലാം അദ്ദേഹത്തിന് അനായാസമായി വഴങ്ങും. പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ഫീൽ ഗുഡ് സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച അഖിൽ സത്യന്റെ കൈകളിൽ നിവിൻ പോളി സുരക്ഷിതനാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. സർവമായയിലൂടെ ക്രിസ്മസ് റിലീസുകളിൽ മുന്നിലെത്താൻ നിവിന് കഴിഞ്ഞതോടെ ഇതേ വൈബിൽ ഇവിടെ തന്നെ നിന്നോണമെന്നാണ് സിനിമാ പ്രേക്ഷകരും പറയുന്നത്.